തീരുമാനങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന ചാണ്ടി ഉമ്മനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ വിലക്ക് മറികടന്നുകൊണ്ട് ചാണ്ടി ഉമ്മൻ പങ്കെടുത്തതാണ് വി.ഡി. സതീശനൊപ്പമുള്ള നേതാക്കളെ ചൊടിപ്പിച്ചത്. ഗവർണറുടെ വിരുന്നിൽ പങ്കെടുക്കരുതെന്ന് UDF നേതാക്കളുടെ യോഗത്തിൽ ധാരണയായതിനാൽ തിരുവനന്തപുരത്തുണ്ടായിരുന്ന നേതാക്കളും MP-മാരും MLA-മാരും വിട്ടുനിന്നിരുന്നു. തുടർച്ചയായി അച്ചടക്ക ലംഘനം നടത്തുന്നയാളാണ് ചാണ്ടി ഉമ്മനെന്നും ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണ് ഇതുവരെ ക്ഷമിച്ചതെന്നും ഇനി അത് ഉണ്ടാകില്ല എന്നുമാണ് ഇവരുടെ നിലപാട്. ഉടൻ തന്നെ വിശദീകരണം ചോദിക്കണമെന്നും ആവശ്യം ഏറുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ MLA-മാർക്കും ചുമതല നൽകിയിട്ടും തന്നെ അവഗണിച്ചു എന്നതാണ് ചാണ്ടി ഉമ്മന്റെ പരാതി ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടിയെ നിരന്തരം അപമാനിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ചാണ്ടി ഉമ്മനെതിരെ രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല KPCC പ്രസിഡന്റ് സ്ഥാനം അടക്കമുള്ള പുനഃസംഘടനാ വിഷയത്തിലെല്ലാം തന്നെ മിണ്ടെഴുതുന്ന തിട്ടൂരത്തെ K. മുരളീധരനും സതീശന്റെ പുച്ഛഭാവത്തെ നേരിടാൻ ഉറപ്പിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മനും രംഗത്തെത്തിയിരുന്നു. സൈബർ ഇടങ്ങളിലെല്ലാം തന്നെ ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടെ ആക്രമിച്ച് തന്നെ നിർവാര്യമാക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളെ ചാണ്ടി ഉമ്മൻ തുറന്ന് എതിർക്കുകയും ചെയ്തിരുന്നു. തന്നോടുള്ള എതിർപ്പ് പിതാവ് ഉമ്മൻചാണ്ടിയെ ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുൻപിൽ ഏകനായി നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിലും അദ്ദേഹം പങ്കുവച്ചിരുന്നു. പറയാനുള്ളത് പറയാൻ മടിയില്ല എന്നും പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെയാണെന്നും പാലക്കാട് തന്നെ അവഗണിച്ചുവെന്നത് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പലപ്പോഴായി അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. CPM പ്രവർത്തകരുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ച ചിത്രം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും വലിയ തരത്തിലുള്ള ചർച്ചയായി മാറിയിരുന്നു. മുംബൈയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത ഷാളും തൊപ്പിയും അണിഞ്ഞ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം നടന്ന ദിവസമാണ് അദ്ദേഹം പങ്കുവച്ചത്. ചാണ്ടി ഉമ്മൻ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമില്ല എന്ന് A ഗ്രൂപ്പ് പ്രവർത്തകർക്ക് നൽകിയ സന്ദേശമാണ് ഇതെന്നായിരുന്നു ചർച്ച ഉയർന്നത്. ബെസ്റ്റ് ടൈമിംഗ് എന്നായിരുന്നു ആ ഫോട്ടോയ്ക്ക് താഴെ വന്ന മറ്റൊരു കമന്റ്. ഇവയെല്ലാം തന്നെ സതീശൻ പക്ഷത്തിനെ വളരെയധികം ചൊടിപ്പിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള താല്പര്യമില്ലായ്മ ചാണ്ടി ഉമ്മൻ തുടക്കം മുതലേ രഹസ്യമായും പരസ്യമായും അങ്ങനെ പ്രകടിപ്പിച്ചു പോന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു എങ്കിലും ആ ആഗ്രഹം ചാണ്ടി ഉമ്മനെ അറിയിച്ചിരുന്നുവെങ്കിലും ചാണ്ടി ഉമ്മൻ അതിന് വഴങ്ങിയിരുന്നുമില്ല. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളില്ലാതെ കല്ലറ സന്ദർശിക്കേണ്ടി വരികയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ P. സരിനെ കല്ലറ സന്ദർശിക്കുവാൻ ചാണ്ടി ഉമ്മൻ അനുവദിക്കുകയും ചെയ്തു. ഇവയെല്ലാം തന്നെ വലിയ തരത്തിൽ ചാണ്ടി ഉമ്മനെതിരായ സമൂഹ മാധ്യമങ്ങളിലെ ആക്രമണത്തിന് കാരണമായിരുന്നു. മാത്രമല്ല ചാണ്ടി ഉമ്മനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയ KPCC അംഗത്തെ പാർട്ടി മാധ്യമ വാക്താവ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ടായിരുന്നു പിന്നീട് കോൺഗ്രസ് ഇതിനോട് പകരം വീട്ടിയത്. KSU യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ JS അഖിലിനെയായിരുന്നു വാക്താവ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നത്. KPCC മാധ്യമ പാനൽ ഗ്രൂപ്പിൽ നിന്നും അഖിലിനെ നീക്കിക്കൊണ്ട് ചാണ്ടി ഉമ്മനെ പിന്തുണച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുവെന്ന് ആരോപിച്ച മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസാണ് KPCC വാക്താക്കളുടെ ഗ്രൂപ്പിൽ നിന്ന് അഖിലിനെ പുറത്താക്കിയത്. ഇക്കാര്യം അന്വേഷിച്ച് വിളിച്ച മാധ്യമ പ്രവർത്തകരോട് അഖിൽ ഇനി മാധ്യമ വാക്താവ് സ്ഥാനത്തുണ്ടാവില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. KPCC മാധ്യമ വിഭാഗത്തിന്റെ അനുമതിയില്ലാതെയാണ് അഖിൽ ചർച്ചയിൽ പങ്കെടുത്തത് എന്നതാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം പരിഗണിച്ചില്ല എന്നാണ് അഖിൽ പറയുന്നത്. ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നല്ല അഖിലിനെ പുറത്താക്കിയതെന്നതാണ് KPCC നേതൃത്വത്തിന്റെ പ്രതികരണം വന്നിരുന്നത്. ചർച്ചകളിൽ പങ്കെടുക്കുന്നവരെ ഉൾപ്പെടുത്തിയുള്ള ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല എന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ M. ലിജു പിന്നീട് പ്രതികരിച്ചിരുന്നു. അതേസമയം തന്നെ ഔദ്യോഗിക സ്വഭാവത്തിലാണ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതെന്നും V.D. സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നുമാണ് അഖിലിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞത്. ഇത്തരം നീക്കങ്ങളെല്ലാം തന്നെ പിന്നീട് ചാണ്ടി ഉമ്മനോടുള്ള മറുപടിയായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഇതേ അസഹിഷ്ണുത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. V.D. സതീശനെതിരെയുള്ള പടയൊരുക്കത്തിന് തുടക്കം കുറിച്ചത് ചാണ്ടി ഉമ്മനാണെന്ന ഖ്യാതി നിലനിൽക്കുന്നതുകൊണ്ട് എങ്ങനെയും ഇനി ചാണ്ടി ഉമ്മനെ ഒതുക്കാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത്. 2024 ഉപതെരഞ്ഞെടുപ്പിന് ശേഷം V.D. സതീശനോടുള്ള ശക്തമായ എതിർപ്പ് സാരമായി തന്നെ പ്രകടമായിരുന്നു. ആ എതിർപ്പ് പ്രകടമാക്കിയത് ആദ്യം P. സരിനാണ് എങ്കിലും പിന്നീട് AK ഷാനിബു തുടങ്ങി നിരവധി നേതാക്കൾ അത് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ചൂടേറിയ ചർച്ചയ്ക്ക് തിരികൊളുത്തിയത് ചാണ്ടി ഉമ്മൻ തന്നെയാണ്. ചാണ്ടി ഉമ്മന്റെ വാക്കുകളാണ് പിന്നീട് K. മുരളീധരനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ചാണ്ടി ഉമ്മനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കഴമ്പുണ്ടെങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കണമെന്നും കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രമുഖ മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. അതിൽ K. മുരളീധരനും രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എല്ലാം ഉൾപ്പെടുന്നതാണ്. ഇതെല്ലാം തന്നെ ഒരർത്ഥത്തിൽ V.D. സതീശൻ പക്ഷ
ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ നയം വ്യക്തമാക്കിക്കൊണ്ട് KC വേണുഗോപാൽ കൂടി രംഗത്ത് വന്നതോടെ സംഭവമെല്ലാം വഷളായി മാറുകയായിരുന്നു. VD സതീശന് സ്വയം ക്യാപ്റ്റനായി മാറാനുള്ള അവസരമാണ് തുടർന്ന് ഇതിലൂടെ ഇല്ലാതായത് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. VD സതീശന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിൽ സുധാകരനെ മാറ്റുക എന്ന അജണ്ട യഥാർത്ഥത്തിൽ VD സതീശൻ പക്ഷത്തിന് ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മന്റെ കടന്നുവരവോടെ തന്നെ അവഗണിച്ചുവെന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളും സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം തന്നെ പിന്നീട് കോൺഗ്രസിൽ സജീവ ചർച്ചയായി മാറി. ആ ചർച്ച യഥാർത്ഥത്തിൽ സുധാകരനെ അവിടെ നിലനിർത്തുന്നതിനും VD സതീശന്റെ നീക്കങ്ങൾ പാളിപ്പോകുന്നതിനും കാരണമായി. അതിനുശേഷമാണ് ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചാണ്ടി ഉമ്മനെതിരെ ഒന്ന് ആഞ്ഞടിക്കാനായി. ആ അവസരമാണ് ഇപ്പോൾ സംജാതമായത്. അതുകൊണ്ട് തന്നെയാണ് ചാണ്ടി ഉമ്മനെതിരെ മറ്റൊരു വിഭാഗം തന്നെ കോൺഗ്രസിൽ പോർക്കളത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതും.